ശരിക്കും എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സ്ഥാപനം ഈ ക്ലാസ് റൂമിൽ വരുമ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ റീറ്റെയിൽ മേഖലയിൽ വേൾഡ് വൈഡിൽ ഒരുപാട് ജോലി സാധ്യത ഉണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന സെക്ടറാണ് റീറ്റെയിൽ സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കാലിക്കറ്റാണുള്ളത്. കാലിക്കറ്റിലെ CRE എന്നൊരു സ്ഥാപനം ഉണ്ട് കേട്ടോ. ഒരു പക്ഷേ ഈ വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഒരു പുതിയ ഇൻഫർമേഷനും ഒരുപാട് തൊഴിലിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സംഗതിയായിരിക്കും. വീഡിയോ കാണുന്നവർക്ക് ഒരു സംശയം ഉണ്ടാവും, ഇത് ആർക്കാണ് ഈ കോഴ്സ് എന്ന് പറയുന്നത്. ഈ ക്ലാസ് റൂമിൽ തന്നെ വ്യത്യസ്ത ഡിഗ്രി കഴിഞ്ഞവരാണ്, BCom, BBA, BSW ഉൾപ്പെടെ പിന്നെ BTech കഴിഞ്ഞ ആളുകൾക്ക് ഈ കോഴ്സും ചേരാൻ. ഇതിന് പിറകിലുള്ളത് വളരെയധികം എക്സ്പീരിയൻസ്ഡ് എക്സ്പേർട്ട്, പ്രത്യേകിച്ചും മാനേജ്മെൻറ്റ് ലെവലിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് ഇവിടെ ടീച്ചിങ്. മെയിനായിട്ട് പ്രാക്ടിക്കൽ ക്ലാസ് ആണ്, തിയറി അല്ല. ക്ലാസ് എടുക്കുക എന്നുള്ളതല്ല, നമ്മൾ ഇവിടുന്ന് വർക്ക് ചെയ്ത് നമുക്കത് മനസ്സിലാക്കി തരാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻവെൻട്രിയിലൊക്കെ ഇത് ഏജിങ്, നിൽസെയില്, NOD എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ഇവിടുന്ന് വർക്ക് ചെയ്ത് ചെയ്യുമ്പോൾ ഒരു റീറ്റെയിൽ സ്ഥാപനം എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫാക്കൽറ്റീസ് ആണെങ്കിലും ഇതിൻ്റെ പിറകിലുള്ള ആളുകളാണെങ്കിലും ഞാൻ നേരത്തെ അറിയുന്നവരാണ്. അതേപോലെ തന്നെ വലിയൊരു ഹാപ്പിനെസ് ഞാൻ പറയട്ടെ, അൻവർക്കെ പോലുള്ള ആളുകൾ ഇതിൽ പിന്നെന്താ പറയുക, വലിയ ഹൈ പ്രൊഫഷണൽസ് ആണ്. സന്തോഷം കേട്ടോ. ഒരുപാട് പേർക്ക് അറിയാത്തൊരു മേഖലയിലാണ് നിങ്ങൾ കോഴ്സ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അത് സെൻറ്റർ ഫോർ റീറ്റെയിൽ എക്സലൻസ് നമ്മൾ പറയുമ്പോൾ ബിസിനസ് ലോകത്തെ വലിയ ഒരു വേൾഡിലേക്ക് കണ്ണു തുറപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ ലോകത്ത് ഒരുപാട് റീറ്റെയിൽ വേൾഡ്, ആ വേൾഡിലേക്കുള്ള ജോലിയിലേക്കുള്ള കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ എന്താ പറയുക പഠിപ്പിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ട എക്സ്പീരിയൻസ് കൊടുക്കുക, അവർക്കൊരു വിഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു 3 മാസത്തെ സർട്ടിഫിക്കറ്റ് ഇൻ റീറ്റെയിൽ ഓപ്പറേഷൻ എന്നുള്ള ഒരു കോഴ്സാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യുന്നത് ഡിപ്ലോമ ഇൻ റീറ്റെയിൽ ഓപ്പറേഷൻ എന്നുള്ള, അതൊരു 6 month കോഴ്സാണ്. ഇതിലൂടെ നമ്മൾ കവർ ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ എല്ലാ സെഗ്മെൻറ്റും ഇതിൽ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന റീറ്റെയിൽ ഇൻഡസ്ട്രീനോട് റിലേറ്റഡ് ആണ്. കാരണം അതൊരു ഏറ്റവും ജോലി സാധ്യത ഉള്ള ഒരു ഫീൽഡിനെ നമ്മൾ മുന്നിൽ വെക്കുക എന്നുള്ളതാണ്. അതിനി ഹോൾസെയിൽ ഫീൽഡിലേക്കും ആളുകൾക്ക് അതിൽ FMCG സെഗ്മെൻറ്റിലേക്ക് ആളുകൾക്ക് പോകാൻ പറ്റും. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവരെന്താണ് പഠിച്ചിട്ടുള്ളത്, ഒരു HR പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് റീറ്റെയിൽ HRലോട്ട് പോകാൻ പറ്റും. അതിൻ്റെ റിക്രൂട്ട്മെൻറ്റും അതിൻ്റെ മാൻ പവർ പ്ലാനിങ്ങും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അതെങ്ങനെ ചെയ്യാൻ പറ്റും, അത് ഏതൊക്കെ ഇൻഡസ്ട്രിയിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫിനാൻസ്, റീറ്റെയിൽ ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ അത് ഇൻവെൻട്രിയും മറ്റു കാര്യങ്ങളൊക്കെ കണക്റ്റഡ് ആണ്. ഒരു ഫിനാൻസിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ അസറ്റ് തന്നെ അതിൻ്റെ സ്റ്റോക്സ് ആണ്. സ്റ്റോക്സ് ഈസ് മണി, അസറ്റ് വാല്യൂ. അപ്പോൾ അതിലേക്ക് ആളുകൾ എത്തിക്കുന്ന, ഹി ക്യാൻ ബി എ വാട്ട് ഐ കൻ സേ ഒരു വെയർഹൗസ് മാനേജർ ആവാം, ഒരു ഇൻവെൻട്രി മാനേജർ ആവാം, സ്റ്റോക്ക് കൺട്രോളർ ആവാം. സ്റ്റോക്ക് കൺട്രോൾ എന്നുള്ള പൊസിഷനൊക്കെ ലോകത്ത് ഏറ്റവും പേ ചെയ്യുന്ന പൊസിഷൻ പലർക്കും അറിയില്ല. ഇപ്പോൾ ലോജിസ്റ്റിക്സും വെയർഹൗസിങ്ങും അറിയാമെന്നുണ്ടെങ്കിലും ഇൻവെൻട്രി കൺട്രോൾ എന്നുള്ള പോസ്റ്റ് ഇൻ്റർനാഷണൽ റീറ്റെയിലേഴ്സിന് ഇപ്പോൾ Cat4 അല്ലെങ്കിൽ വാൾമാർട്ട് അങ്ങനെ അവിടുത്തെ GM ഓപ്പറേഷനേക്കാളും സാലറി വാങ്ങാൻ പറ്റിയ പോസ്റ്റുകളാണ്. ഇത് ആളുകൾക്ക് അറിയില്ല. ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ സ്റ്റോക്ക് കൺട്രോളർ എന്നുള്ള പോസ്റ്റ്. അപ്പോൾ ഇൻവെൻട്രി എങ്ങനെ കൺട്രോൾ ചെയ്യേണ്ടത്, ഇത്തരം സംഗതികൾ പഠിച്ച് കഴിഞ്ഞാൽ നിഷ് ഏരിയയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. ഷാഫി സാർ, സന്തോഷം. പിന്നെ ഇത് ശരിക്കും ലൊക്കേഷൻ എവിടെ വരുന്നത് എക്സാക്ട്? ഇത് കോഴിക്കോട് തൊണ്ടയാടാണ്. മെഡിക്കൽ കോളേജ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മൈജയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. CRE. അപ്പോൾ ഇതൊരു പുതിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നു. കോഴിക്കോടാണ്, ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രലാണ് ഈ സ്ഥാപനം. അപ്പോൾ മാക്സിമം മറ്റുള്ള ആളുകളിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ജോലി സാധ്യത അല്ലെങ്കിൽ ഈ മേഖലയിൽ ജോലി കിട്ടാൻ വേണ്ട കോഴ്സുകൾ പഠിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, താങ്ക് യു.